നമസ്കാരം. ഐറിഷ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ ഇകഴ്ത്തിക്കാട്ടാൻ ഐറിഷ് ടൈംസ് എന്ന അയർലൻഡ് ദിനപത്രത്തിൻ്റെ ഹീനശ്രമത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച് അയർലൻഡിലെ ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയുള്ള ഐറിഷ് ടൈംസിൻ്റെ ഈ പ്രവൃത്തിയെപ്പറ്റി അയർലൻഡിലെ ഏറ്റവും പ്രമുഖ ഓൺലൈൻ പോർട്ടലായ ഐറിഷ് മലയാളിയുടെ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഐറിഷ് മലയാളി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് irishmalayali.ie എന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഐറിഷ് മലയാളി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു: ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള എഡിറ്റോറിയൽ പ്രൊഫഷണൽ വസ്തുനിഷ്ഠത പാലിച്ചുള്ളതല്ല. ഇന്ത്യൻ എംബസിക്ക് അയർലൻഡ് ജനതയിൽ നിന്നും അയർലൻഡിൻ്റെ ഭരണാധികാരികളിൽ നിന്നും ലഭിച്ച പിന്തുണ വളരെ വലുതാണ്. പ്രധാനമന്ത്രി മീഹോൾ മാർട്ടിനും ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ, ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ നേതാക്കൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യക്കെതിരെയുള്ള ആക്രമണത്തെ ശക്തമായി അപലപിച്ചിരുന്നു. കുറ്റവാളികളെ ഒറ്റപ്പെടുത്തണമെന്ന UN-ൻ്റെ ആഹ്വാനം പോലും എഡിറ്റോറിയലിലില്ല. പകരം ജമ്മു കാശ്മീരിലെ ഇന്ത്യൻ സർക്കാരിൻ്റെ നടപടികളാണ് ഐറിഷ് ടൈംസ് പറയുന്നത്. നിരപരാധികളായ ഇരകളോടൊപ്പം നിൽക്കുന്നതിന് പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തി ഭീകരർക്കാനുള്ള ഐറിഷ് ടൈംസിൻ്റെ ശ്രമം വളരെ വിചിത്രമാണ്. അയർലൻഡ് ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്രയുടെ കത്തിലെ വാക്കുകൾ ഇങ്ങനെയാണ്: ഭീകരതയുടെ ആഗോള പ്രഭാവ കേന്ദ്രമാണ് പാകിസ്ഥാൻ. ഈ സത്യം ലോകം അംഗീകരിച്ചതാണ്. ഇന്ത്യയെ പാകിസ്ഥാനോട് തുലനം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ല. ഒട്ടേറെ ഭീകരർക്ക് അഭയം നൽകിയതും ഒസാമ ബിൻ ലാദന് വർഷങ്ങളായി സുരക്ഷാ താവളം ഒരുക്കിയതും UN സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ഭീകരരാജ്യമായ പാകിസ്ഥാനുമായാണ് ഇന്ത്യയെ തട്ടിച്ചു നോക്കുന്നതെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി. ജമ്മു കാശ്മീരിൻ്റെ സ്വയംഭരണം മാറ്റിസ്ഥാപിച്ചതെന്നും കർശനമായ സുരക്ഷാ അടിച്ചമർത്തലുണ്ടായെന്നും ഐറിഷ് ടൈംസ് തെറ്റിദ്ധരിപ്പിക്കുന്നു. അഭൂതപൂർവമായ സാമ്പത്തിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചുവെന്നതാണ് സത്യമെന്ന് ശ്രീ അഖിലേഷ് മിശ്രയുടെ കത്തിൽ പറയുന്നു. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം ജമ്മു കാശ്മീർ ഗണ്യമായ വികസനം നേടി. കുതിച്ചുയരുന്ന വ്യവസ്ഥ, വിദേശ നിക്ഷേപം, ടൂറിസം മേഖലയിലെ അഭിവൃദ്ധി എന്നിവ അതിന് ഉദാഹരണമാണെന്ന് ശ്രീ മിശ്ര പറഞ്ഞു. 2024 നടന്ന സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിലെ 63.9% ജനങ്ങൾ വോട്ട് ചെയ്തു ജനാധിപത്യ സർക്കാരിനെ തെരഞ്ഞെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. കാശ്മീർ താഴ്വരയിലെ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും പ്രമുഖ മുസ്ലിം നേതാക്കളും സിവിൽ സമൂഹവും കൂട്ടക്കൊലയുടെ കുറ്റവാളികളെയും ഗൂഢാലോചനക്കാരെയും ശിക്ഷിക്കാനുള്ള ഇന്ത്യൻ സർക്കാരിൻ്റെ ദൃഢനിശ്ചയത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അയർലൻഡിലെ ചില പത്രങ്ങൾ ഇസ്ലാമിക് തീവ്രവാദികളുടെ ജിഹ്വയാണ് പ്രവർത്തിക്കുന്നത്. ഐറിഷ് ടൈംസ്, RTE, ഐറിഷ് എക്സാമിനർ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ കാര്യമറിയാതെയാണ് ഇത്തരക്കാരുടെ പ്രവർത്തികൾക്ക് കുടപിടിക്കുന്നത്. ഇസ്രയേൽ പാലസ്തീൻ സംഘർഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിലും പാലസ്തീൻ പക്ഷം ചേർന്നെഴുതി വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇവരുടെ പതിവാണ്. പാലസ്തീനും ഇസ്ലാമിക് തീവ്രവാദികൾക്കും വേണ്ടി വാർത്ത ശമിക്കുന്നതിന് പ്രത്യേക വിഭാഗം തന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതേ തന്ത്രമാണ് ഇന്ത്യക്കെതിരെ വാർത്ത ശമിക്കുന്നതിലും ഐറിഷ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. ഇവരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി നൽകിയ ഇന്ത്യൻ അംബാസിഡർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യയിൽ കയറി ആക്രമിച്ച ഇസ്ലാമിക് തീവ്രവാദികളെ ഭൂമുഖത്ത് നിന്ന് തുരത്തുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ പാഞ്ഞെടുക്കുമ്പോൾ ദേശത്തിന് പിന്തുണ നൽകുകയാണ് ഓരോ ദേശാഭിമാനിയായ ഭാരതീയരുടെയും കടമ. അയർലൻഡിലെ പ്രമുഖ ഓൺലൈൻ പോർട്ടലായ ഐറിഷ് മലയാളിയുടെ ന്യൂസ് റിപ്പോർട്ടിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് കേട്ടത്. അയർലൻഡിലെയും യൂറോപ്പിലെയും ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലെയും പ്രധാന വാർത്തകളെല്ലാം വളരെ വ്യക്തമായും ദിവസേനയും കൊടുക്കുന്ന ഐറിഷ് മലയാളി ഓൺലൈൻ പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യാൻ irishmalayali.ie എന്ന് സെർച്ച് ചെയ്ത ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പ് ലിങ്കും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിവസേനയുള്ള അയർലൻഡിലെയും യൂറോപ്പിലെയും വാർത്തകൾ വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്. ബൈ ഫ്രം ഐറിഷ് ടുഡേ.